എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കിച്ചൺ സ്പെഷ്യൽ ചിക്കൻ കറിയും പുട്ടും. ഇതാ ഒരു 2 തക്കാളി, 3 സവോള, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. ഇതാ ഇത്രയും കഴുകി വൃത്തിയാക്കി കുറച്ച് കറിവേപ്പില സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ അരിയുക. ചെറുതായിട്ട് എല്ലാ വിഭവങ്ങളും അരിയണം. ഒരിക്കലും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പരുവത്തിലാക്കി വെക്കരുത്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞേ വെക്കാവൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അടുപ്പത്തിലേക്ക് ഒരു അലുമിനിയം ചീനിച്ചട്ടി വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയിട്ട് അതൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുക. അതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ശകലം ഉപ്പും കൂടി ഇട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടിനുള്ള പൊടി കുഴയ്ക്കുന്ന പരിപാടിയിലാണ് നമ്മുടെ കൊണ്ടാട്ടി. അപ്പോൾ അതിലേക്ക് സവാള വഴുന്നതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് തക്കാളി നമ്മൾ ചേർക്കുന്നു. എന്നിട്ട് അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. പുട്ടുകൂടം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുട്ടുകുറ്റിയിലേക്ക് പുട്ട് നിറയ്ക്കുന്ന തിരക്കിലാണ്. പുട്ടും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. പുട്ട് അത് അടുപ്പത്തേക്ക് കയറ്റി. പിന്നെ വഴന്ന് വന്നിരിക്കുന്ന ആ കൂട്ടിലേക്ക് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്തു. അതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുകയാണ്. എന്നിട്ട് അതെല്ലാം ഒന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്യുന്നു. ശരിക്കൊന്ന് ചെറിയ തീയിൽ വേണം കേട്ടോ. ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അതെല്ലാം ഒന്ന് ഇളക്കി വെച്ചിരിക്കുകയാണ്. ചെറുതായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ചിക്കൻ വിസിലടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ചെറിയ തീയില കേട്ടോ. അതൊന്ന് അടച്ച് വെച്ചേക്കണേ കുറച്ച് നേരത്തേക്ക്. അതൊന്ന് അടച്ച് വെക്കുമ്പോഴത്തേന് പുട്ടിന് ആവി വന്നിട്ടുണ്ട്. നേരെയുള്ള സൂപ്പർ പുട്ട്, ആവി പറക്കുന്ന ഗോതമ്പ് പുട്ട് പൊണ്ടാട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴത്തേന് കറിയും റെഡിയായി. അതിലേക്ക് ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് കോരിയിടുകയാണ്. ചെറുതായിട്ട് 2-3 കഷ്ണങ്ങൾ ഇങ്ങനെ കോരിയിട്ട് നോക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം, അതിലെ കമൻറ്റ് തരണം, സപ്പോർട്ട് ചെയ്യണം. കാണാം. ശുഭ രാത്രി.